നമസ്കാരം. പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സമ്മർ വെക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്തവണ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. കൊറോണ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതിൻ്റെ അവയർനെസ് പ്രോഗ്രാമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെക്കേഷൻ സമയത്ത് അറ്റൻഡ് ചെയ്തത്. അതിൽ വളരെയധികം പ്രാവശ്യം നമ്മൾ കണ്ട 2 വീഡിയോസ് ഉണ്ട്. ഒന്ന് WHO റെക്കമെൻഡ് ചെയ്ത 7 സ്റ്റെപ്പ് ഹാൻഡ് വാഷിംഗ് ടെക്നിക്സും അതുപോലെ തന്നെ ഡോണിങ് ആൻഡ് ഡോഫിംഗ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇത് രണ്ടും നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഫസ്റ്റ് ഇയറിൽ മെഡിക്കൽ അസെപ്സിസ് എന്ന ചാപ്റ്ററിൽ ഈ 2 കാര്യങ്ങളും നമ്മൾ നല്ലോണം പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു റിവിഷൻ ആയിരുന്നു വെക്കേഷൻ സമയം. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയും ഉണ്ടായിരുന്നു. ഇത്തവണ മാർച്ചിൽ നടക്കേണ്ട പരീക്ഷ മെയ് അവസാനമാണ് നടന്നത്. അപ്പോൾ നിങ്ങൾ സ്കൂളിലെത്തുമ്പോൾ സ്കൂളിലെ ആരോഗ്യ പ്രവർത്തകർ നിങ്ങളുടെ ശരീരോഷ്മാവ് അഥവാ ബോഡി ടെമ്പറേച്ചർ തെർമൽ സ്കാനർ വെച്ച് പരിശോധിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീട്ടിൽ ആർക്കെങ്കിലും പനിയോ ചുമയോ ശ്വാസതടസ്സമോ എന്തെങ്കിലും ഉണ്ടോ, അതുപോലെ കൊറോണ വ്യാപനമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ, അവിടെ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇല്ലേ? അപ്പൊ നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും, നമുക്കൊന്നും അസുഖമില്ല, പിന്നെ എന്തിനാ ഞങ്ങളോട് ഇതൊക്കെ ചോദിച്ചതെന്ന്. പ്രത്യക്ഷത്തിൽ നമുക്ക് രോഗലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഏതെങ്കിലും രോഗത്തിന്റെ വാഹകരാണോ, കാരിയേഴ്സ് ആണോ, അല്ലെങ്കിൽ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ, സസെപ്റ്റബിൾ ഹോസ്റ്റ് ആണോ, അതുമല്ല രോഗം വന്നിട്ടുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് നമുക്ക് രോഗമുക്തി നേടാൻ പറ്റും, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആരോഗ്യ പ്രവർത്തകർ നമ്മളിൽ നിന്നും വിവരശേഖരണം നടത്തുന്നത്. വിവരശേഖരണം അഥവാ ഹെൽത്ത് അസസ്മെന്റ് ആൻഡ് ഹിസ്റ്ററി ടേക്കിംഗ് ഒരു സുപ്രധാനമായ ഒരു പ്രൊസീജിയറാണ്. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ചാപ്റ്ററാണ് ഇന്നിവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ പാഠഭാഗത്തിൽ ആദ്യത്തേത് ഹെൽത്ത് അസസ്മെന്റ് ആൻഡ് ഹിസ്റ്ററി ടേക്കിംഗ് ആണ്. ജനറൽ ഹെൽത്ത് അസസ്മെന്റ് ആൻഡ് ഹിസ്റ്ററി ടേക്കിംഗ്. ഇതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. Health assessment is the evaluation of health status by performing a physical examination after taking health history. ആരോഗ്യ വിവരശേഖരണം ശാരീരിക പരിശോധനയോടൊപ്പം നമ്മുടെ ആരോഗ്യ വിവരശേഖരണവും നടത്തി നമ്മുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുന്ന പ്രക്രിയയാണ് ഹെൽത്ത് അസസ്മെന്റ്. പ്രധാനമായും ഡേറ്റ അല്ലെങ്കിൽ വിവരം 2 തരത്തിലാണുള്ളത്. സബ്ജക്റ്റീവ് ഡേറ്റ, ഒബ്ജക്റ്റീവ് ഡേറ്റ. സബ്ജക്റ്റീവ് ഡേറ്റ എന്നാൽ ഒരു വ്യക്തി അവരെക്കുറിച്ച് തന്നെ നമ്മളോട് ഷെയർ ചെയ്യുന്ന, പങ്കുവയ്ക്കുന്ന വിവരങ്ങളാണ്. ഒബ്ജക്റ്റീവ് ഡേറ്റ നമ്മൾ നേരിൽ കണ്ടറിഞ്ഞ് മനസ്സിലാക്കുന്നത്. ഹെൽത്ത് ഹിസ്റ്ററി ഈസ് എ കളക്ഷൻ ഓഫ് സബ്ജക്റ്റീവ് ഡേറ്റ ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻഫർമേഷൻ ഓൺ ബോത്ത് ദ ക്ലയന്റ്സ് പാസ്റ്റ് ആൻഡ് പ്രസന്റ് ഹെൽത്ത് സ്റ്റാറ്റസ്. ഒരു വ്യക്തി അവരുടെ ഇപ്പോഴത്തെയും മുൻകാലത്തുമുള്ള ആരോഗ്യ സ്ഥിതിയെക്കുറിച്ച് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മളോട് ഷെയർ ചെയ്യുന്ന, പങ്കുവയ്ക്കുന്ന വിവരമാണ് നമ്മൾ ഹെൽത്ത് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഫിസിക്കൽ എക്സാമിനേഷൻ പ്രൊവൈഡ്സ് ഒബ്ജക്റ്റീവ് ഡേറ്റ ഫോർ ഐഡന്റിഫൈയിങ് പ്രോബ്ലംസ് ആൻഡ് മേക്കിംഗ് ഡയഗ്നോസിസ്. ഹെൽത്ത് ഹിസ്റ്ററിയിലൂടെ നമ്മൾ ശേഖരിച്ച വിവരം അല്ലെങ്കിൽ ഡേറ്റ നമ്മൾ തന്നെ നേരിട്ട് പരിശോധിച്ച് അത് ശരിയാണെന്ന് ഉറപ്പുവരുത്തുന്ന പ്രൊസീജിയറാണ്, പ്രക്രിയയാണ് ഫിസിക്കൽ എക്സാമിനേഷൻ അഥവാ ശാരീരിക പരിശോധന. ഹെൽത്ത് ഹിസ്റ്ററി ഈസ് എ കളക്ഷൻ ഓഫ് സബ്ജക്റ്റീവ് ഡേറ്റ ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ പ്രൊവൈഡ്സ് ഒബ്ജക്റ്റീവ് ഡേറ്റ. ഇവ രണ്ടും ചേരുന്നതാണ് ഹെൽത്ത് അസസ്മെന്റ്. പർപ്പസ് ഓഫ് ഹെൽത്ത് അസസ്മെന്റ്. എന്താണ് ആരോഗ്യ വിവരശേഖരണത്തിന്റെ ആവശ്യകത? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ സ്കൂളിലെത്തുമ്പോൾ നിങ്ങളുടെ വിവരം ശേഖരിച്ചത് എന്തിനാണെന്ന്. നിങ്ങൾക്ക് അസുഖമില്ല, പ്രത്യക്ഷത്തിൽ അസുഖമില്ല, എന്നാലും എന്താണ് അതിന്റെ ആവശ്യകത? ടു ഒബ്റ്റെയിൻ ബേസ് ലൈൻ ഡേറ്റ അബൌട്ട് ക്ലയന്റ്സ് ഫങ്ഷണൽ എബിലിറ്റീസ്. നിങ്ങൾ 1ാം വർഷം പഠിച്ചിട്ടുണ്ട്. വൈറ്റൽ സൈൻസ്, അതായത് ഹാർട്ട്, ബ്രെയിൻ, ലങ്സ്, ഈ പ്രധാന അവയവങ്ങളുടെ പ്രവർത്തനം എന്തെങ്കിലും നേരിയ താളപ്പിഴയോ ഉണ്ടായാൽ പോലും നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, BP, ഇവയാണ് നമ്മൾ വൈറ്റൽ സൈൻസ് എന്ന് പറയുന്നത്.
നമ്മുടെ ബേസ് ലൈൻ ഡേറ്റയിൽ നിന്നും എന്തെങ്കിലും ഒരു ഡീവിയേഷൻ, ചെറിയ വ്യതിയാനം എന്തെങ്കിലും ഉണ്ടോ, നമ്മുടെ ശരീരത്തിനുള്ളിലെ അവയവങ്ങൾ കൃത്യമായി ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. To obtain data that will help to establish the plan of care. നമ്മുടെ മുന്നിലെത്തുന്ന ഒരു രോഗി ഒരു കാരണമായിട്ടായിരിക്കില്ല ആരോഗ്യ പ്രവർത്തകനെ സമീപിക്കുന്നത്. ഉദാഹരണമായി കൈകാൽ വേദന അല്ലെങ്കിൽ മുട്ടുവേദന, ശ്വാസതടസ്സം, ശരീരക്ഷീണം, ഇങ്ങനെ പല കാരണങ്ങൾ അവർ പറയാറുണ്ട്. ഈ പറയുന്നതിൽ ഏത് കാരണത്തിനാണ് മുൻഗണന കിട്ടേണ്ടത്, നമ്മുടെ പ്ലാൻ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുൻഗണന ഏതിനാണ് ആദ്യം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്, അവർക്ക് ഒരു രോഗമുക്തി കിട്ടേണ്ടത്, അതിനു വേണ്ടിയിട്ടാണ് ഹെൽത്ത് അസസ്മെന്റിന്റെ മറ്റൊരു പർപ്പസ്. The third is to evaluate the physiological outcomes of healthcare. നമുക്കറിയാം, സാധാരണ നമ്മൾ ഒരു രോഗവുമായി നമ്മളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് വാല്യൂസ്, രക്തം, മലം, മൂത്രം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കാറുണ്ട്. ഒരാരോഗ്യാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പല മാറ്റങ്ങളും ഇതിൽ പ്രതിഫലിക്കും. അപ്പോൾ നമ്മൾ ചികിത്സ നേടിയതിനു ശേഷം അതിലെന്തൊക്കെ മാറ്റമുണ്ട് എന്ന് വീണ്ടും അറിയാൻ വേണ്ടി ഇതൊക്കെ നമ്മൾ വീണ്ടും പരിശോധിക്കും. സോ നമ്മൾ കൊടുക്കുന്ന ചികിത്സ രോഗിക്ക് എത്രത്തോളം ഫലപ്രദമാകുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ടു ഐഡന്റിഫൈ ഡീവിയേഷൻസ് ഫ്രം നോർമൽ. നോർമലിൽ നിന്നും എന്തെങ്കിലും ഡീവിയേഷൻ അഥവാ വ്യതിയാനം ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ. The next is to identify the areas for health promotion and disease prevention. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ലെവൽസ് ഓഫ് ഹെൽത്ത് കെയർ പഠിച്ചിട്ടുണ്ട്. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. അതായത് നമുക്ക് രോഗം വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ രോഗം വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതാണ് പ്രൈമറി ലെവലിൽ ചെയ്യുന്നത്. പ്രൈമറി ലെവലിൽ ഉദാഹരണമായിട്ട് നമ്മൾ പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നു, നമുക്ക് ഒരു പ്രത്യേക രോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട്. അതല്ല, നമുക്കൊരു രോഗം വന്നു, അടുത്ത ലെവൽ സെക്കൻഡറി ലെവലിലേക്ക് എവിടെയാണ് അതിന്റെ ഫലപ്രദമായ ചികിത്സ കിട്ടുന്നത്, ആ സ്ഥലത്ത് നിന്ന് ആ ചികിത്സ നേടുക, രോഗി ഭേദമാവുക. ഇനി അതിലും അടുത്ത ലെവലില് അതുകൊണ്ട് ഒരു ഡിസബിലിറ്റി, ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകാതെ ബാക്കിയുള്ള ജീവിതം നല്ലവണ്ണം ജീവിക്കാൻ പറ്റുക. ഇതിനു വേണ്ടിയിട്ടാണ് ഹെൽത്ത് പ്രൊമോഷനും കൂടുതൽ രോഗം, ഡിസീസ് പ്രിവെൻഷൻ വരാതിരിക്കുന്നതിനും വേണ്ടി. ടു ബിൽഡ് റാപ്പോ വിത്ത് ദ പേഷ്യന്റ് ആൻഡ് ഫാമിലി. ഏറ്റവും അവസാനമാണ് പറഞ്ഞതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത്. നിങ്ങൾ 1ാം വർഷം കമ്മ്യൂണിക്കേഷൻ എന്നൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദി എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, വാട്ട് ആർ ദി ഏരിയാസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഹൗ യു ക്യാൻ എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ ക്ലയന്റ്, ഇങ്ങനെ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ മുന്നിലെത്തുന്ന രോഗി ഒരു വ്യക്തിയാണ്, എല്ലാ അസ്വസ്ഥതകളോടും കൂടി ഈ ഒരു വ്യക്തിയാണ് നമ്മുടെ മുന്നിൽ ഒരു ചികിത്സയ്ക്ക് വേണ്ടി സമീപിക്കുന്നത്. ഇവരോട് ഊഷ്മളമായ ഒരു ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കുമെങ്കിൽ മാത്രമേ ആരോഗ്യ വിവരശേഖരണം സുഗമമായിട്ട് നടക്കുകയുള്ളൂ. ആരോഗ്യ വിവരശേഖരണം മാത്രമല്ല, ഇവരുടെ ശരീര പരിശോധന എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ രോഗി നമ്മളോട് സഹകരിക്കണം. അതിനു വേണ്ടിയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്. ഇത്രയുമാണ് ഹെൽത്ത് അസസ്മെന്റിന്റെ പർപ്പസസ് അഥവാ ആവശ്യകത. The next is components of health history. ഒരു ഹെൽത്ത് ഹിസ്റ്ററി അഥവാ വിവരശേഖരണത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഓർത്തു നോക്കൂ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ OJT തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയിരുന്നു. അവിടെ നിങ്ങൾ പോസ്റ്റ് ചെയ്ത എല്ലാ സ്ഥലത്തുമുള്ള പേഷ്യൻസിന് ഒരു കേസ് ഷീറ്റ് ഉണ്ട്. കേസ് ഷീറ്റ് ഒരു ബുക്ക് പോലെ ഒരു സാധനമാണ്. അതിന്റെ ആദ്യത്തെ പേജ് എല്ലാവരും ഒന്ന് ഓർത്തേ, എന്തൊക്കെ വിവരം അതിലുണ്ടായിരുന്നു. ആ പേജ് നമ്മൾ ഏതൊരു രോഗിയെ സമീപിച്ചാലും ആദ്യം എടുത്ത് നോക്കുന്നത് അവരുടെ കേസ് ഷീറ്റാണ്. അതിനകത്ത് നിന്ന് അവരെ സംബന്ധിക്കുന്ന ബേസ് ഡേറ്റ മൊത്തം നമുക്ക് കിട്ടും. അവരുടെ പേര്, വിവരം, എന്തൊക്കെയായിരുന്നു അവരുടെ അസുഖം, എന്താണ് അവർ ആശുപത്രിയിൽ വരാനുണ്ടായ കാരണം, വേറെ എന്തെങ്കിലും അനുബന്ധ അസുഖങ്ങളുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഫസ്റ്റ് ഷീറ്റിലുണ്ടാകും. സാധാരണ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ അതൊരു ബുക്ക്ലെറ്റ് ആണ്. അതേസമയം പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ ഇത് ഈ കാണുന്നത് പോലെ ഒരു ക്വസ്റ്റ്യനെയർ ആണ്. ഇത് ഫില്ല് ചെയ്തതിനു ശേഷം അവരത് ഫയൽ ചെയ്ത് വെക്കും. രണ്ടായാലും പർപ്പസ് ഒന്ന് തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത് നോക്കാം. ഒന്നാമതായി ബയോഗ്രഫിക് ഡേറ്റ. ഒരു വ്യക്തിയുടെ അടിസ്ഥാന വിവരങ്ങളാണ്. അതായത് അവരുടെ പേര്, നെയിം, അഡ്രസ്, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, റിലീജിയൻ, ഓക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ മുതലായ കാര്യങ്ങളാണ് ബയോഗ്രഫിക് ഡേറ്റയ്ക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. രണ്ടാമത്തത് റീസൺ ഫോർ സീക്കിംഗ് ഹെൽത്ത് കെയർ.
എന്ത് കാരണം കൊണ്ടാണ് അവരിപ്പോ ഒരു ആരോഗ്യ പ്രവർത്തകരെ സമീപിച്ചത്? എന്തായിരുന്നു ഇപ്പൊ വരാനുള്ള കാരണം? അത് രോഗി പറയുന്ന അതേ വാക്കുകളിൽ തന്നെയാണ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ രോഗി പറയുന്നു, നമുക്ക് തോന്നുന്ന പോലെ എഴുതാൻ പറ്റില്ല, അവർ പറയുന്ന വാക്കിൽ തന്നെ. അവർക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് പറയുന്നു. എനിക്ക് കാലിന് വേദനയാണ്, എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് കുനിയുമ്പോൾ വയറിന് വേദനയാണ്, കുനിഞ്ഞു നിൽക്കാനേ പറ്റുന്നുള്ളൂ, നിവരാൻ പറ്റുന്നില്ല, അപ്പൊ വേദന കൂടുന്നു. എന്താണോ പറയുന്നത് അതുപോലെ അതിൽ സ്റ്റേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഈസ് ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ്. ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ് എന്ന് പറഞ്ഞാൽ അത് റീസൺ ഫോർ സീക്കിംഗ് ഹെൽത്ത് കെയറിന്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനാണ്. ഇപ്പോഴത്തെ അസുഖത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? വേദനയാണെന്ന് പറഞ്ഞാൽ അത് ചോദിക്കുന്ന ഫിസിഷ്യൻ ഉടനെ ചോദിക്കും, എവിടെ വേദന ആണ്, എപ്പോഴാണ് വേദന തുടങ്ങുന്നത്, എപ്പോഴാണ് ഇത് കൂടുന്നത്, എന്ത് ചെയ്താൽ അത് കുറയുന്നുണ്ട്. ഇങ്ങനെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ച് എഴുതുന്നതാണ് ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ്. ദ നെക്സ്റ്റ് ഈസ് പാസ്റ്റ് ഹെൽത്ത് ഹിസ്റ്ററി. പാസ്റ്റ് ഹെൽത്ത് ഹിസ്റ്ററിയിൽ നമ്മൾ സാധാരണയായി ഇൻക്ലൂഡ് ചെയ്യുന്നത് കഴിഞ്ഞകാല ആരോഗ്യ വിവരം എന്നല്ല അതിന്റെ മീനിങ്. നമുക്ക് മറ്റെന്തെങ്കിലും അസുഖം നേരത്തെ ഉണ്ടോ? ഉദാഹരണമായി ഡയബറ്റീസ് മെൽറ്റസ്, പ്രമേഹം, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, അതിരക്തസമ്മർദ്ദം, വേറെ എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് നേരത്തെ നടന്നിട്ടുണ്ടോ, പിന്നെ നമ്മൾ നേരത്തെ എപ്പോഴെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഡ്രഗ്, മരുന്നിനോട് അലർജി ഉണ്ടായിട്ടുണ്ടോ? ഈ വക കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് രേഖപ്പെടുത്തുന്നത്. അടുത്തത് ഫാമിലി ഹിസ്റ്ററി. ഫാമിലി ഹിസ്റ്ററി നമ്മുടെ മുന്നിലിരിക്കുന്ന രോഗിയുടെ കുടുംബത്തിൽ മറ്റാരൊക്കെയുണ്ട്, നമ്മുടെ രോഗിയുമായിട്ട് അവരുടെ ബന്ധം എന്താണ്, അവർക്കൊക്കെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, ഈ വക കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തണം. അതോടൊപ്പം തന്നെ നമ്മുടെ രോഗി പ്രായമുള്ള ഒരാളാണെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ, അവർ മരിച്ചു പോയതാണെങ്കിൽ എന്തായിരുന്നു മരണകാരണം, ഏത് പ്രായത്തിലാണ് മരിച്ചത്, അതുപോലെ ഇവരുടെ സഹോദരങ്ങൾക്ക് മറ്റെന്തെങ്കിലും അസുഖമുണ്ടോ. ഉദാഹരണമായി നേരത്തെ പറഞ്ഞതുപോലെ പ്രമേഹം, അതിരക്തസമ്മർദ്ദം, ഹൃദ്രോഗം മുതലായ അസുഖങ്ങൾ കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും ഉണ്ടോ. അതുപോലെ ചില കുടുംബങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ചില അസുഖങ്ങളുണ്ട്, ഫെമിലിയൽ ഡിസീസ്. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇവർക്കുണ്ടോ? ഇതറിയാൻ വേണ്ടിയിട്ടാണ് കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ ആരോഗ്യ വിവരമാണ് നമ്മൾ ഇതിൽ ശേഖരിക്കുന്നത്. റിവ്യൂ ഓഫ് സിസ്റ്റംസ്. പൊതുവായ പരിശോധനയോടൊപ്പം അവർ പറയുന്ന കംപ്ലൈൻറ്റ്സ് ഏതാണോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത സിസ്റ്റംസ്. ഉദാഹരണമായി റെസ്പിറേറ്ററി സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, നെർവസ് സിസ്റ്റം, ജെനൈറ്റോ യൂറിനറി സിസ്റ്റം, ഏത് സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്തതാണോ ആ സിസ്റ്റത്തിന്റെ ഒരു എക്സാമിനേഷൻ അത് ഫിസിഷ്യൻ ചെയ്യുന്നതാണ്. അതാണ് റിവ്യൂ ഓഫ് സിസ്റ്റംസ്. ദെൻ ലൈഫ് സ്റ്റൈൽ. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ജീവിതശൈലി. അതായത് പുകവലിക്കുന്ന ആളാണോ, മദ്യപിക്കുന്നവരാണോ, സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, ഒരിടത്ത് ഇരുന്ന് തന്നെ ദേഹം അനങ്ങാതെ പണിയുന്നവരാണോ, അതോ മാനുവൽ ലേബറേഴ്സ്, നല്ലവണ്ണം ശരീരം അനങ്ങി പണിയെടുക്കുന്നവരാണോ, പിന്നെ അവരുടെ വെജിറ്റേറിയൻ ആണോ, നോൺ വെജിറ്റേറിയൻ ആണോ, ആഹാരശീലം എങ്ങനെയാണ്, പാറ്റേൺ ഓഫ് സ്ലീപ്പ്, ഉറക്കം എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലൈഫ് സ്റ്റൈലിനകത്ത് നമ്മൾ പറയും. ദെൻ സോഷ്യോ കൾച്ചറൽ ഹിസ്റ്ററി. സോഷ്യോ കൾച്ചറൽ ഹിസ്റ്ററിക്കകത്ത് അവരുടെ സാമൂഹികമായ പശ്ചാത്തലം, അതായത് അർബൻ ഏരിയയിൽ നിന്നുള്ളവരാണോ, റൂറൽ ഏരിയയിൽ നിന്നുള്ളവരാണോ, അവിടെ തന്നെ അവര് വീട് ഒത്തിരി കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്തുള്ളവരാണോ, ഈ വക കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുന്നത് നമ്മുടെ എൻവയോൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട്, അതിന്റെ ഹൈജീൻ, നമ്മുടെ പരിസ്ഥിതിയുടെ ആരോഗ്യം, നമ്മുടെ ചുറ്റുപാടിന്റെ ആരോഗ്യം, നമ്മുടെ വ്യക്തി ശുചിത്വം, ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ നല്ലവണ്ണം സ്വാധീനിക്കുന്നുണ്ട്. സൈക്കോളജിക്കൽ ഹിസ്റ്ററി. നമുക്കറിയാം, ഒരു ചെറിയ ജലദോഷം വന്നാൽ തന്നെ നമ്മൾ വല്ലാതെ ഇറിറ്റേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഒരു അസുഖവുമായിട്ട് ആശുപത്രിയിൽ എത്തുന്ന രോഗി മാനസികമായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലായിരിക്കും. ഒരു പക്ഷേ ഈ വരുന്ന ആള് ആ വീട്ടിലെ ഗ്രഹനാഥനോ ഗ്രഹനാഥയോ ആണെങ്കിൽ അവർ ആശുപത്രിയിൽ എത്തുന്നത് കൊണ്ട് വീടിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന ഒരു താളപ്പിഴ, ഇതൊക്കെ കാരണം ആശങ്കാകുലനായിട്ടായിരിക്കും നമ്മുടെ മുന്നിലിരിക്കുന്ന രോഗി ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് സിസ്റ്റം, അങ്ങനെ ഒരു ക്രൈസിസ് വന്നാൽ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടോ, ആരെങ്കിലും അവരെ സഹായിക്കാനുണ്ടോ, സൊസൈറ്റിയോ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ചോദിച്ചത്. നെക്സ്റ്റ് ഈസ് ഓക്യുപേഷണൽ ആൻഡ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി. അവർ ഏത് ജോലി, എന്താണ് അവരുടെ ജോലി, അത് ഏത് ചുറ്റുപാടിലാണ്, ഫാക്ടറീസിലൊക്കെയാണോ വർക്ക് ചെയ്യുന്നത്. കാരണം ഒക്യുപേഷണലി കിട്ടുന്ന പല രോഗങ്ങളുമുണ്ട്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന പല രോഗങ്ങളുമുണ്ട്. ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്താണോ താമസിക്കുന്നത്, സാനിറ്ററി വെൽ ഉണ്ടോ,
ലാട്രിൻസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ആരോഗ്യത്തെ നല്ലവണ്ണം സ്വാധീനിക്കുന്നു. അപ്പോൾ എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിയണം. ഹെൽത്ത് ഹിസ്റ്ററിയെ കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് എ ലോസ്റ്റ് ആർട്ട് എന്നാണ്. വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് രോഗിയിൽ നിന്നും അറിയേണ്ട കാര്യം, അതനുസരിച്ച് മാത്രമേ ആ വ്യക്തിയെ നമുക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഞങ്ങളോട് ആരും ഇതുവരെ ആശുപത്രിയിൽ പോയപ്പോൾ ഇത്രയും കാര്യമായിട്ട് ചോദിച്ചിട്ടില്ലല്ലോ. അത്യാവശ്യം വേണ്ട വിവരങ്ങളെല്ലാം നമ്മൾ ശേഖരിക്കുന്നുണ്ട്. നമ്മൾ അറിയില്ല നമ്മളോട് ചോദിച്ചെടുക്കുന്നത് ഈ വിവരങ്ങളാണ്. ഓക്കെ, ഇത്രയുമാണ് ഹെൽത്ത് ഹിസ്റ്ററിയുടെ കമ്പണൻസ്. അടുത്തതായി പർപ്പസ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ. ശാരീരിക പരിശോധനയുടെ ആവശ്യകത. നമ്മൾ പറഞ്ഞു ഹെൽത്ത് അസസ്മെന്റ് രണ്ട് ഭാഗമാണ്. ഒന്ന് ഹെൽത്ത് ഹിസ്റ്ററി, രണ്ടാമത്തേതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ. ടു മേക്ക് ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് എനി ഡീവിയേഷൻ ഫ്രം നോർമൽ. നോർമലിൽ നിന്നും എന്തെങ്കിലും വ്യതിയാനം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ രോഗി പറഞ്ഞ വിവരം നമ്മൾ ഒന്ന് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നത്. നമ്മൾ നേരിൽ കണ്ട് പരിശോധിക്കുകയാണ് എന്തെങ്കിലും മാറ്റമുണ്ടോ. To validate the subjective data gathered through history taking. ഹിസ്റ്ററി ടേക്കിങ്ങിലൂടെ രോഗി ഷെയർ ചെയ്ത വിവരം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഫിസിക്കൽ എക്സാമിനേഷൻ ടെക്നിക്സ് ടു ഗ്യാദർ ഒബ്ജക്റ്റീവ് ഡേറ്റ. നമ്മൾ നോക്കിക്കണ്ട് മനസ്സിലാക്കുന്നതിന് ഫിസിക്കൽ എക്സാമിനേഷന് പ്രധാനമായിട്ടും 5 ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സ് യൂസ് ചെയ്താണ് ഓരോ സിസ്റ്റവും നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ആ ടെക്നിക്സ് യൂസ് ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നത്. അടുത്തതായി കമ്പണൻസ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കൽ എക്സാമിനേഷൻ പ്രധാനമായും ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻ, സ്പെസിഫിക് എക്സാമിനേഷൻ എന്ന് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻ എന്നാൽ പൊതുവായ ശാരീരിക പരിശോധന. നമുക്ക് പുറമേ ഒന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ജനറൽ ഫിസിക്കൽ എക്സാമിനേഷനിലുള്ളത്. ജനറൽ ഒബ്സർവേഷൻ ആൻഡ് എക്സാമിനേഷൻ ഓഫ് ഹെഡ്, തലയോട്ടി, സ്കാൽപ്പ്, തല, തലയോട്ടി, സ്കിൻ ആൻഡ് ഹെയർ, നമ്മുടെ തൊലി, അതുപോലെ തന്നെ മുടി. തൊലിപ്പുറത്തും മുടിയിലും ഒക്കെ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഒരാളെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. സ്കിൻ ഒത്തിരി ഡ്രൈ ആണോ, മോയ്സ്ചർ ഉണ്ട്, അതിന്റെ ടെക്സ്ചർ എങ്ങനെയാണ്, ഹെയറിന്റെ ആരോഗ്യം എങ്ങനെയാണ്. നമുക്ക് ചിലരെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണ്. ഐസ്, സ്ക്ലീറയുടെ കളർ മഞ്ഞയാണോ വെള്ളയാണോ, സാധാരണ മഞ്ഞപ്പിത്തോ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണ് മഞ്ഞ കളറിലിരിക്കും. മൗത്ത് ആൻഡ് ഫാരിങ്സ്, വായും തൊണ്ടയും, അതുപോലെ തന്നെ നോസ് ആൻഡ് ത്രോട്ട്, നെക്ക്, കഴുത്ത്, ബ്രസ്റ്റ്, നമ്മുടെ നെഞ്ചില്, ആക്സില ആൻഡ് എക്സ്ട്രിമിറ്റീസ്, കൈകാലുകൾ, ഇവയെല്ലാം പൊതുവായി നടത്തുന്ന എക്സാമിനേഷനാണ് ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. സ്പെസിഫിക് എക്സാമിനേഷൻ എന്നാൽ എക്സാമിനേഷൻ ഓഫ് ദി ചെസ്റ്റ് ഫോർ കാർഡിയോവാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റവും കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന്റെയും സിസ്റ്റമിക് ആയിട്ടുള്ള എക്സാമിനേഷന് വേണ്ടിയിട്ട് ചെസ്റ്റ് പരിശോധിക്കുന്നു. അതുപോലെ എക്സാമിനേഷൻ ഓഫ് അബ്ഡമൻ ഫോർ GI ട്രാക്ട്, ബിലിയറി സിസ്റ്റം ആൻഡ് യൂറിനറി സിസ്റ്റം, വയറിന്റെ ഭാഗം പരിശോധിക്കുന്നു. അതർ സിസ്റ്റമിക് എക്സാമിനേഷൻ ലൈക്ക് CNS ആൻഡ് ലോക്കോമോട്ടർ എക്സെട്ര. അതായത് ഓരോ സിസ്റ്റംസും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതാത് സിസ്റ്റം റെപ്രസെന്റ് ചെയ്യുന്ന ശരീരഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കും. ഈ രണ്ടുമാണ് ആരോഗ്യ പരിശോധനയുടെ പ്രധാനപ്പെട്ട രണ്ടെണ്ണം: ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് സിസ്റ്റമിക് എക്സാമിനേഷൻ. ഈ ഫിസിക്കൽ എക്സാമിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു ചില ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സ് ആണ് ഇൻസ്പെക്ഷൻ, ടു ലുക്ക് ഓർ ഇൻസ്പെക്ട്. പറയുന്നത് പോലെ തന്നെയാണ്, പേര് പോലെ തന്നെ നോക്കിക്കാണുക. പാൽപേഷൻ, ഫീൽ വിത്ത് ഹാൻഡ്, കൈവച്ച് തൊട്ടറിഞ്ഞ് പരിശോധിക്കുക. പെർക്കഷൻ, ടാപ്പ് വിത്ത് ഹാൻഡ്, പേര് പോലെ തന്നെ ടാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊട്ടി നോക്കുക, ശരീരഭാഗങ്ങളിൽ പൊട്ടി നോക്കി പരിശോധിക്കുക. ഓസ്കൾട്ടേഷൻ, നമുക്കറിയാം സ്റ്റെതസ്കോപ്പ് വെച്ച് നമ്മുടെ ശ്വാസഗതിയും ഹൃദയമെടുപ്പും എല്ലാം പരിശോധിക്കുന്നു. അത് കേട്ടറിഞ്ഞു മനസ്സിലാക്കുന്നു. ശരീരത്തിനകത്തുള്ള മറ്റു പല സൗണ്ടുകളും ഓസ്കൾട്ടേഷൻ വഴി അറിയാൻ പറ്റും. മാനിപ്പുലേഷൻ, അതായത് നമ്മുടെ ശരീരത്തിൽ ദശക്കട്ടിയോ മുഴയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ചലിക്കുന്നുണ്ട്, അതിന്റെ ചലനാത്മകത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മാനിപ്പുലേഷൻ. ഇത് 4 അഞ്ചുമാണ് ഫിസിക്കൽ എക്സാമിനേഷൻ ടെക്നിക്സ്: ഇൻസ്പെക്ഷൻ, പാൽപേഷൻ, പെർക്കഷൻ, ഓസ്കൾട്ടേഷൻ ആൻഡ് മാനിപ്പുലേഷൻ. അടുത്തതായി നമ്മൾ ഇന്ന് മൊത്തം ഈ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്ന് നോക്കാം. ജനറൽ ഹെൽത്ത് അസസ്മെന്റ് അഥവാ ആരോഗ്യ വിവര ശേഖരണമായിരുന്നു നമ്മുടെ ടോപ്പിക്.
അത് പ്രധാനമായും രണ്ട് തരത്തിലാണ്. ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, ഹിസ്റ്ററി ടേക്കിംഗ് ഉണ്ട്. ഹിസ്റ്ററി ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ ആരോഗ്യ വിവരശേഖരണം, ഡേറ്റ ഗിവൺ ബൈ ദ ക്ലയന്റ്. ക്ലയന്റ് നമ്മളോട് ഷെയർ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. നമ്മളൊരു ക്വസ്റ്റ്യനെയർ കണ്ടു. നിങ്ങൾ എപ്പോഴും ഹിസ്റ്ററി ടേക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേസ് ഷീറ്റിന്റെ ഫസ്റ്റ് ഷീറ്റ് ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്തൊക്കെ വിവരം അതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലാവും. രണ്ടാമതായി ഫിസിക്കൽ എക്സാമിനേഷൻ. അത് ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, സിസ്റ്റമിക് എക്സാമിനേഷൻ ഉണ്ട്. ഇതിൽ നമ്മുടെ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റിന് ഒരു വ്യക്തമായ റോളുണ്ട്. അതെന്താണെന്ന് വിശദമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഫിസിക്കൽ എക്സാമിനേഷൻ. ഓക്കെ, എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കത് നല്ലോണം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ പഠിച്ച ഹിസ്റ്ററി ടേക്കിങ്ങിന്റെ ഒരു അസൈൻമെന്റ് എഴുതണം. അസൈൻമെന്റ് ഇത്രയേ ഉള്ളൂ. റൈറ്റ് ആൻ അസൈൻമെന്റ് ഓൺ ഹെൽത്ത് ഹിസ്റ്ററി കളക്ഷൻ ഓഫ് എ ക്ലയന്റ് വിത്ത് ഡയബറ്റിസ് മെൽറ്റസ്, ഹൈപ്പർ ടെൻഷൻ ഓർ ഹാർട്ട് ഡിസീസ്. അതായത് പ്രമേഹം അഥവാ ഡയബറ്റിസ് മെൽറ്റസ്, ഹൈപ്പർ ടെൻഷൻ അതിരക്തസമ്മർദ്ദം, ഹാർട്ട് ഡിസീസ് അഥവാ ഹൃദ്രോഗം. ഇത് മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം ഉള്ള ഒരു ക്ലയന്റിന്റെ ഹെൽത്ത് ഹിസ്റ്ററി നിങ്ങളൊന്ന് അസസ് ചെയ്യണം. നമ്മൾ നേരത്തെ കണ്ട ആ ക്വസ്റ്റ്യനെയർ പോലെ നിങ്ങൾ തന്നെ എഴുതി ഉണ്ടാക്കി ആ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യണം. ഇതിന് ക്ലയന്റിനെ നിങ്ങൾ എവിടെ നിന്ന് കണ്ടുപിടിക്കും? ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ പ്രായമായ അപ്പൂപ്പനോ അമ്മൂമ്മയോ ഒക്കെ ഈ അസുഖം ഏതെങ്കിലും ഉള്ളവരുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ അയലത്തെ വീട്ടിലോ നിങ്ങളുടെ പരിചയക്കാരോ ആരെങ്കിലും ഉണ്ടാവും. അവരോട് ആരോടെങ്കിലും ചോദിച്ചു വേണം ഈ ഹെൽത്ത് ഹിസ്റ്ററി എഴുതാനായിട്ട്. ഇത് അസൈൻമെന്റ് ഒരു 7 ദിവസത്തെ സമയമുണ്ട്. 7 ദിവസം കഴിയുമ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.